ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ നിങ്ങളിൽ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മ വരുന്നു. എവിടെ നോക്കിയാലും ആ ഒരു പേര്, ഇല്ലെങ്കിൽ മറ്റുള്ള എവിടെയെങ്കിലും പോകുമ്പോൾ മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ പേഴ്സിൻ്റെ പേരിലുള്ള വ്യക്തികൾ ഉണ്ടാകുന്നു. ആ പേര് മറ്റുള്ളവർ വിളിക്കുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് എപ്പോഴും പേഴ്സൻ്റെ പേര് എവിടെയെങ്കിലും കാണുക, എപ്പോഴും പേഴ്സൻ്റെ പേര് മറ്റുള്ളവർ വിളിക്കുന്നതായിട്ടുള്ള ആ ഒരിത്, അങ്ങനെയൊക്കെ തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുമ്പോഴാണ്. അവരുടെ പേര് നിങ്ങൾക്ക് കൂടുതലായിട്ട് കേൾക്കുവാൻ സാധിക്കുന്നതും, അല്ല എങ്കിൽ വീഡിയോയിലായാലും എവിടെയായാലും ആ ഒരു പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അവർ എനർജറ്റിക്കലി നിങ്ങളെ കണക്റ്റാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എപ്പോഴും അവരുടെ പേര് ഓർമ്മ വരുന്നത്. അതായത് അവരുടെ സോള് നിങ്ങളെ മിസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എപ്പോഴും അവരുടെ പേര് ഓർമ്മ വരുന്നത്. അതായത് മെയിനായിട്ട് ഫസ്റ്റ് ലെറ്റർ കാണുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അതായത് നിങ്ങളുടെ പേഴ്സിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ കാണുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് അവരുടെ അതേ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ, ഫുൾ നെയിമും നിങ്ങൾ ഇതേപോലെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജി ഒന്നാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സോൾ ലെവലിൽ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് കാണുന്നത് കൊണ്ടും ഫുൾ നെയിം കാണുന്നത് കൊണ്ടും അർത്ഥമാക്കുന്നത്. അല്ല പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററോ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പകുതിയോ അങ്ങനെ കാണുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഏത് എനർജിയിലാണ്, നിങ്ങളെക്കുറിച്ച് അവർ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. കുറച്ച് സമയം നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, ഇവരുടെ മൂഡ് മോശം, അല്ല എങ്കിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള എനർജി, ദേഷ്യപ്പെടുന്ന എനർജി, അങ്ങനെയുള്ള ഒരു എനർജിയിലല്ല നിങ്ങളുടെ പേഴ്സൺ ഈ സമയം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. മജീഷ്യൻ്റെ ആ ഒരു എനർജിയിലാണ് ഉള്ളത്. ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് എല്ലാ രീതിയിലും നിങ്ങളെ. അതായത് നിങ്ങളുമായിട്ട് സംസാരിച്ച നല്ല കാര്യങ്ങൾ ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു. അതായത് നിങ്ങളുമായിട്ട് കഴിഞ്ഞ ആ ഒരു സമയത്തെ ആ ഒരു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം ഇവർ ഇപ്പോൾ റീകോൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവർ നിങ്ങളുടെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും എല്ലാം ചിന്തിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഇവരുടെ മൈൻഡിലുണ്ട്. അതായത് ചില സമയം നിങ്ങൾ ഇവരെ സംശയിച്ചു, ചില സമയം ഇവരെതിരെ നിങ്ങൾ വഴക്ക് പറഞ്ഞു, ചില സമയം നിങ്ങൾ ഇവരെ സ്നേഹത്തോടെ സംസാരിച്ചു. ഇവരോട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവരുടെ മൈൻഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മിക്സ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. എല്ലാ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചുള്ളത് ഇവർ ചിന്തിക്കുന്നു. ചില സമയം ഇവർക്ക് ഒരു ചിരിയും വരുന്നു. അതായത് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കാണും. അതായത് നിങ്ങൾ ഇവരെ സംശയിച്ചു, എന്നിട്ട് ഇവർ ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ സംശയിച്ചത് തെറ്റായിപ്പോയി എന്ന്. ചില സമയം ഇവർക്ക് ഇങ്ങനെയും തോന്നുന്നു, എനിക്ക് എങ്ങനെയുള്ള ഒരു പാർട്ട്ണറാണ് കിട്ടിയത്, എന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ചിലപ്പോൾ ഇവരോട് ജലസായിട്ട് തോന്നും, അവർ എന്നോട് സ്നേഹം കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച്. പക്ഷേ ഒരു എന്താ പറയുക, നിങ്ങളെ പോലൊരു വ്യക്തിയെ എങ്ങനെ ഇവർക്ക് കിട്ടി എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവിടെ ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുകയാണ്, പക്ഷേ ഹൃദയത്തിൽ നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ്. അതായത് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ ഇവർ വിചാരിക്കുന്നത് ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി മെസ്സേജോ കോളോ ചെയ്തില്ല, അവർക്ക് വേണമെങ്കിൽ അവർ ഇങ്ങോട്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ഇവരുടെ സ്വഭാവം. ആറ്റിറ്റ്യൂഡിലാണ്, പക്ഷേ നിങ്ങളോട് സ്നേഹവും ഉണ്ട്, പക്ഷേ ഒരിക്കലും തോറ്റു കൊടുക്കുവാനും വയ്യ. ഇവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, നിങ്ങളെ സ്പൈ ചെയ്യുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാര്യങ്ങളൊന്നും ഇവരുടെ മനസ്സിൽ നിന്ന് പോകുന്നുമില്ല. എപ്പോഴും 24 hours നിങ്ങൾ തന്നെയാണ്. ഇവർക്ക് തോന്നുന്നത് ഞാൻ ഇവരെ കോൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അവർക്ക് ഇങ്ങോട്ട് എന്നെ കോൾ ചെയ്യാമല്ലോ, എന്തുകൊണ്ട് അവർ എന്നെ കോൾ ചെയ്യുന്നില്ല എന്നാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് സ്പൈ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളിട്ട ഫോട്ടോയ്ക്ക് ആരെങ്കിലും കമൻറ്റ്, നല്ല രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ഇറിറ്റേഷൻ വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ഇവർക്ക് തോന്നും പെട്ടെന്ന് എൻ്റെ പേഴ്സൻ്റെ അടുത്ത് പോകണം, അവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കണം എനിക്ക് എന്ന് അപ്പോൾ ചിന്തിച്ച് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ഇവർ ചെയ്യുന്നു.
ഇവർ മനസ്സിൽ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് ഇനി മറ്റൊരാളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെയൊക്കെ ഇലൂഷൻ ഇവർ തന്നെ സ്വയം ഉണ്ടാക്കുന്നു. അതായത് ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തത് കൊണ്ട് ഇനി നിങ്ങൾ വേറെ ആരെയെങ്കിലും സ്നേഹിക്കുവാൻ തുടങ്ങിയോ എന്നൊക്കെയുള്ള ചിന്ത. ഇനി എൻ്റെയും എൻ്റെ പേഴ്സൻ്റെ ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ടോ, എങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുന്നു. പക്ഷേ ഇവർ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ കറക്കി തിരിച്ച് ഇവർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു. അതായത് അതാരാണ്, ആ കമൻ്റ് ഇട്ട വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ഇതാരാണ്, ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞത് ആരാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാത്ത രീതിയിൽ തിരിച്ചു മറിച്ച് ഇവർ ചോദ്യം ചോദിക്കുന്നു. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ഇവരുടെ ജോലിയിൽ ഭയങ്കരമായിട്ട് മനസ്സിരുത്താൻ നോക്കുന്നു. പക്ഷെ ഇവരുടെ മനസ്സ് ജോലിയിൽ ശ്രദ്ധിക്കാതെ നിങ്ങളിലേക്ക് വരുന്നു. ഇവരുടെ മനസ്സ് ഇവരുടെ കൺട്രോളിലല്ല, അവരുടെ മനസ്സ് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അവരുടെ ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന്. പക്ഷെ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതായത് ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ആ ഒരു ദേഷ്യം തീർക്കുന്നത് നിങ്ങളുടെ അടുത്തായിരിക്കും. അതായത് ഇവർക്ക് ജോലി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇവരുടെ മനസ്സ് ഈ 24 hours നിങ്ങളുടെ അടുത്തേക്ക് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ആരുടെ കൂടെയാണ്, നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലായോ, ഇങ്ങനെ 24 hours നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ദേഷ്യം വരുന്നു. ഇവിടെ ഇവർ ചിലപ്പോൾ ദേഷ്യത്തിലും നിങ്ങളെ കോൾ ചെയ്യും, ഇല്ല എങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജിയിലും നിങ്ങളെ കോൾ ചെയ്യുന്നതാണ്. ചിലപ്പോൾ സ്നേഹത്തോട് നിങ്ങളോട് സംസാരിച്ച് പെട്ടെന്നായിരിക്കും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. അതായത് ഇവരുടെ മനസ്സിലിപ്പോൾ തീയാണ്. ഇവർ എന്തോ ഒരു കാര്യം നിങ്ങളെക്കുറിച്ച് കണ്ടു, സ്പൈ ചെയ്തപ്പോൾ അത് കാരണം ദേഷ്യം മനസ്സിൽ വച്ചുകൊണ്ട് നിങ്ങളോട് വഴക്കിടുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് വഴക്കുണ്ടാക്കാൻ വേണ്ടി ഇവർക്കൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ എന്തോ ഒരു പോയിന്റ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വൈബ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇനി ലവ് മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അധികമൊന്നും തുറന്ന് സംസാരിക്കാറില്ല. പക്ഷെ നിങ്ങളാവട്ടെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നു ഇവരോട്. അതായത് 2 ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പിണങ്ങിയിരിക്കട്ടെ, 3-ാമത്തെ ദിവസം അവർ കോൾ വരികയാണ് എങ്കിൽ നിങ്ങൾ എല്ലാ കാര്യവും അവരോട് പറയും. രണ്ടുപേരും ഒന്നിച്ചുള്ളപ്പോൾ സമയം പോകുന്നത് ഒരിക്കലും അറിയത്തില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഈ ലോകത്തിലുള്ളവർ എങ്ങനെയാണോ ഇവരെ കാണുന്നത് അതുപോലെയല്ല നിങ്ങൾ കാണുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിയെ പോലെയാണ് ഇവരെ എപ്പോഴും കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു ക്വാളിറ്റി ഇവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇവർ നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് ചെയ്യുന്നതാണ്. കാരണം അത്രമാത്രമാണ് നിങ്ങൾ ഇവരെ സ്നേഹിക്കുന്നത്. നിങ്ങൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഹാർട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. കൂടാതെ നിങ്ങളുടെ കയ്യിൽ എന്തോ ഒരു മാജിക് ഉണ്ട് എന്നും നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. നിങ്ങളുടെ കണ്ണുകളിലും ഉണ്ട് എന്നും പറയുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള വിചാരങ്ങളായിരിക്കാം വയ്ക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കണം, നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്താഗതിയുള്ള ആളായിരിക്കാം നിങ്ങൾ. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ഹൃദയം വളരെ സോഫ്റ്റ് ആണെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മെസ്സേജ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.